நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായത്തിലെ പുതിയ ഒരു പതികത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആത്മശുദ്ധി എന്നാണ് ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര്. ആത്മാവിൻ്റെ ശുദ്ധി. അത് ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കാൻ കഴിയും, എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയും? അപ്പോൾ അതിന് ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് മനസ്സാണ്. ഒരു സാധകൻ്റെ മനസ്സാണ് ആത്മശുദ്ധിയുടെ ആദ്യത്തെ ഘടകം. കാരണം മനസ്സ് ആത്മാവിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ആദ്യം മനസ്സിനെ ശുദ്ധീകരിക്കുക. മനസ്സ് ഇതേവരെ വിഷയസുഖങ്ങളിൽപ്പെട്ട് ആണ്ട് മുങ്ങിക്കഴിയുകയായിരുന്നു. അതുകൊണ്ട് മനസ്സ് മലിനമാണ്. കാമക്രോധ ലോഭമോഹാദികളുടെ വിളനിലമാണ് മനസ്സ്. ഈ അപവിത്രമായ മനസ്സിനെ പവിത്രീകരിച്ചാൽ മാത്രമേ ഒരാൾക്ക് ആത്മശുദ്ധി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആത്മശുദ്ധിയുടെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് മനഃശുദ്ധിയാണ്. മനസ്സിനെ ശുദ്ധീകരിക്കണം, മനസ്സിനെ വിമലമാക്കണം. മനസ്സ് ആത്മാവിൽ തന്നെ വിലയം പ്രാപിക്കണം. അതായത് മനസ്സ് എപ്പോഴും ശിവചിന്തയിൽ മുഴുകണം. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരാടിനെ പോലെ പച്ചിലകൾ കടിച്ച് നടക്കുന്ന ഒരാടിനെ പോലെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോവുകയാണ്. ആ വിഷയസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്ന മനസ്സിനെ ശിവങ്കൽ ഏകാഗ്രമാക്കി അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കണം. അങ്ങനെ മനഃശുദ്ധി ലഭിക്കുമ്പോൾ മനസ്സ് ആത്മാവിൽ ലയിക്കും. അതോടെ മോക്ഷം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സാധകൻ്റെ ജീവിതത്തിലെ ആ സാധനാ വേളയിലുണ്ടാകുന്ന ചില അനുഭവങ്ങളെ, ചില കടന്നുപോകലുകളെയാണ് ഇവിടെ മാണിക്യവാചകർ ഈ പതികത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ മനസ്സൊരു ചതിക്കുഴിയാണ്. അതായത് മനസ്സ് ബന്ധനത്തിനും കാരണമാണ്, മനസ്സ് മോക്ഷത്തിനും കാരണമാണ്. രണ്ടിനും കാരണക്കാരൻ മനസ്സ് തന്നെയാണ്. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിലെ കാമക്രോധാദികളെ ഇല്ലാതാക്കാൻ വേണ്ടി മനസ്സിനെ ശിവങ്കൽ തന്നെ എപ്പോഴും ഉറപ്പിക്കുക. ഇതിനാണ് പഞ്ചാക്ഷരി മന്ത്രം പോലെയുള്ള മന്ത്രസാധനകൾ നമ്മളെ സഹായിക്കുന്നത്. ഈ പഞ്ചാക്ഷരി മന്ത്രസാധനയിലൂടെ തന്നെ ഒരാൾക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനും ശിവനിൽ ലയിപ്പിക്കാനും കഴിയും. അതോടെ വിഷയവാസനകൾ അകന്നു പോവുകയും ചെയ്യും. മാത്രമല്ല കാമക്രോധ ലോപാദികൾ ക്ഷയിച്ച് ഇല്ലാതായി മനസ്സ് വിശുദ്ധമായി തീരും. അങ്ങനെ മനോവിശുദ്ധി നേടുന്ന അവസരത്തിൽ ഈ മനസ്സ് ആത്മാവിൽ ലയിക്കാനുള്ള അർഹത നേടും. അങ്ങനെ മനസ്സ് ആത്മാവിൽ ലയിച്ചു ചേരുമ്പോൾ പിന്നെ ആത്മാവ് മാത്രമായി ശേഷിക്കുന്നു. അതാണ് ആത്മസാക്ഷാത്കാരം അഥവാ മോക്ഷം. അപ്പോൾ മനസ്സാണ് ചതിക്കുഴിയായി ഇവിടെ പലപ്പോഴും മാണിക്യവാചകർ ചിത്രീകരിക്കുന്നത്. ഈ മനസ്സെന്ന ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള ഒരു ആത്മമുക്തിക്ക് വേണ്ടിയുള്ള ഒരു 10 പാടലുകളുടെ സമാഹാരമാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. താങ്ങുവാൻ തനിക്കന്നരില്ല മനസ്സേ, നിന്നെ താങ്ങിയിടും ആത്മാവോട് കൂറില്ലാതിരിപ്പൂ നീ. അവനെ കൂടി ചേർന്ന് നീ വിളയാടുന്നില്ല, അവനെ കെട്ടിപ്പൂണ്ട് പാട്ടിക്കളിക്കുന്നില്ല. അവനെ പിരിഞ്ഞുള്ള ഖേദം നിനക്കില്ലല്ലോ, നീ വലം വച്ചവൻ്റെ തൃപ്പാദമോ വന്ദിപ്പീല. മാറോട് ചേർത്ത് വച്ച് താലോലിച്ചില്ല, നല്ല പൂമരം ചാർത്തിയില്ല. നീയവൻ പൊൽപദത്തിൽ
ങ്ങളെ തേടിയില്ല നീ വീതി തോറും, അപ്പതം കാണുവാൻ വേണ്ടി അശ്രുക്കൾ പൊഴിച്ചതുമില്ല. പ്രേതം കിടന്ന പോലെ നീയും കിടപ്പൂ, ജന്മസാഫല്യം നേടാൻ അന്യമാർഗമെന്തെന്നറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ സ്വന്തം മനസ്സിനോടുള്ള ഒരു കുറ്റം പറച്ചിലാണ്. ഈ മനസ്സ് ഒരിക്കലും ശിവങ്കൽ ലയിച്ചില്ലല്ലോ, ശിവപൂജ ചെയ്തില്ലല്ലോ, അല്ലാതെ കാമക്രോധ ലോഭ മോഹാദികളിൽപ്പെട്ട് മനസ്സ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണല്ലോ. അല്ലയോ മനസ്സേ, ഇനിയെങ്കിലും നീ ശിവപൂജ ചെയ്യൂ എന്നാണ് മനസ്സിനോട് പറയുകയാണ്. അപ്പോൾ ആദ്യം മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മനഃശുദ്ധി എങ്ങനെയാണ് കിട്ടുക? ശിവപൂജയിലൂടെ അല്ലാതെ മനഃശുദ്ധിയെ ഒരിക്കലും നേടാൻ കഴിയില്ല. അങ്ങനെ മനഃശുദ്ധി നേടിയാൽ ആ ശുദ്ധ മനസ്സ് ആത്മാവിൽ ലയിച്ചു ചേരും. ഇതാ നോക്കൂ, താങ്ങുവാൻ തനിക്ക് അന്യരില്ല മനസ്സേ. അല്ലയോ മനസ്സേ, നിന്നെ രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണ്? ശിവൻ മാത്രം. ശിവൻ എന്ന ആത്മാവ് മാത്രമേ നിന്നെ രക്ഷിക്കാനുള്ളൂ. അതുകൊണ്ട് മനസ്സേ, നീ എല്ലായ്പ്പോഴും ശിവപൂജ ചെയ്യുക. നിന്നെ താങ്ങിയിടും ആത്മാവോട് കൂറില്ലാതിരിപ്പൂ നീ. നിന്നെ താങ്ങുന്ന, നിന്നെ സൃഷ്ടിച്ച ആത്മാവാണ്. അതുകൊണ്ട് പിതാവായ ആത്മാവിനോട് നീ എപ്പോഴും സ്നേഹവും കൂറും കാണിക്കണം. പക്ഷേ അല്ലയോ മനസ്സേ, നിനക്ക് ആത്മാവിനോട് കൂറും സ്നേഹവുമില്ല. നിന്നെ താങ്ങുന്ന ആത്മാവിനോട് നിനക്ക് ഒട്ടും കൂറില്ലല്ലോ. എന്ത് കഷ്ടമാണിത് എന്ന് മനസ്സിനോട് പറയണം. അവനെ കൂടി ചേർന്ന് നീ വിളയാടുന്നില്ല. ഈ ശിവനോടുകൂടി, ഈ ആത്മാവിനോടുകൂടി നീ വിളയാടുന്നില്ല. അതായത് നീ ആത്മാവിനെക്കുറിച്ച്, ശിവനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നേയില്ല. അവനെ പിരിഞ്ഞുള്ള ഖേദം നിനക്കില്ലല്ലോ. അവനെ പിരിഞ്ഞുള്ള ഖേദവും നിനക്കില്ല, ദുഃഖവുമില്ല. അവനിൽ നിന്ന്, ആത്മാവിൽ നിന്നാണ് മനസ്സ് രൂപപ്പെട്ടു വന്നത്. ആ വേർപിരിഞ്ഞ് വന്നത്, ആത്മാവിൽ നിന്ന് വേർപിരിഞ്ഞ് വന്നതാണ് മനസ്സ്. ആ വേർപിരിഞ്ഞ അവസ്ഥയിൽ മാതൃഭാവത്തോട് അല്ലെങ്കിൽ പിതൃഭാവത്തോട് ആ മനസ്സിന് തീർച്ചയായിട്ടും എപ്പോഴും സ്നേഹവും ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നീ പിരിഞ്ഞു പോയിട്ട് ഒരിക്കൽ പോലും നിൻ്റെ പിതാവിനെ നീ ഓർത്തില്ലല്ലോ എന്ന് മനസ്സിനോട് പറയുകയാണ്. ആരാണോ നിനക്ക് ജന്മം നൽകിയ പിതാവ്, ആരാണോ നിനക്ക് ജന്മം നൽകിയ മാതാവ്, ആ മാതാപിതാക്കളായ ശിവപാർവതിമാരെ നീ നനയ്ക്കുന്നേയില്ലല്ലോ. എന്തൊരു കഷ്ടമാണല്ലയോ മനസ്സേ നിൻ്റെ അവസ്ഥ. നീ വലം വച്ചവൻ്റെ തൃപ്പാദം വന്ദിപ്പില്ല. നീ അവനെ പ്രദക്ഷിണം വച്ച് നീ അവനെ ആരാധിക്കുന്നുമില്ല. മാറോട് വച്ച് താലോലിച്ചില്ല. മാറോട് ചേർത്ത് നിൻ്റെ മാതാവിനെയും പിതാവിനെയും നീ താലോലിക്കുന്നില്ല. ജഗത്തിൻ്റെ മുഴുവനും മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ മാറോട് ചേർത്ത് സ്നേഹത്തോടെ നീ താലോലിച്ചില്ല. അവരോട് കൂട്ടുകൂടിയില്ല. അവരെ നിൻ്റെ മാതാപിതാക്കളായി അംഗീകരിച്ചില്ല. എന്തൊരു കഷ്ടമാണ് അല്ലയോ മനസ്സേ നീ ചെയ്യുന്നത്. നല്ല പൂമാല ചാർത്തിയില്ല നീ അവൻ പൊൽപാദത്തിൽ. അവൻ്റെ പൊൽപാദത്തിൽ, അവൻ്റെ പൊന്നുകൊണ്ടുള്ള ആ പാദപത്മങ്ങളിൽ നീ പൂമാല, ഭക്തിയുടെ പൂമാല, സ്നേഹത്തിൻ്റെ പൂമാല നീ ചാർത്തിയുമില്ല. തൃപ്പാദങ്ങളെ തേടിയില്ല. നീ ആ തൃപ്പാദങ്ങളെ ഒരിക്കൽ പോലും തേടിയില്ല. നീ വീതി തോറും എപ്പോഴും കാണാനുഴറുന്ന അശ്രുക്കൾ വാർത്തതുമില്ല. നീ അവന് വേണ്ടി കരഞ്ഞു വിളിച്ചില്ല. മറ്റൊരിടത്ത് മാണിക്യവാചകർ പറയുന്നത് എല്ലുരുകുന്ന ഭക്തി അല്ലയോ ഭഗവാൻ എനിക്ക് തരിക എന്ന് പറയുന്നത്. അങ്ങനെ എല്ലുരുകുന്ന ഭക്തി പോയിട്ട് യാതൊരു ചിന്ത പോലും തൻ്റെ മനസ്സിന് ശിവങ്കലോട് ഇല്ല. അതുകൊണ്ട് അല്ലയോ മനസ്സേ, നീ അപകടത്തിൻ്റെ വൻ കുഴിയിലാണ് ചാടിയിരിക്കുന്നത്. ആ പദം കാണാൻ നീ അശ്രുക്കൾ പൊഴിക്കുന്നുമില്ല. എല്ലുരുക്കുന്ന ഭക്തി കൊണ്ട് നീ ആ വേർപാടിൻ്റെ വേദന കൊണ്ട് അശ്രുക്കളും പൊഴിച്ചില്ല.
പിന്നെയോ പ്രേതം കിടന്ന പോലെ നീയും കിടപ്പൂ. നീ ഒരു ശവശരീരം പോലെയാണ് കിടക്കുന്നത്. ജീവൻ എപ്പോഴും ഈശ്വരങ്കൽ ശിവനിൽ എത്തിച്ചേരാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ശരീരങ്ങളെല്ലാം തന്നെ ശിവന് വേണ്ടി താണ് വീണ് കേണ് കരയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെ ജീവനില്ലാത്തൊരു ശവശരീരം പോലെയാണ് നിൻ്റെ അവസ്ഥ. അപ്പോൾ നീ ശിവമല്ല, ശവമായി കഴിയുകയാണ്. യാതൊരു സാഫല്യവും നേടാൻ അന്യമാർഗം എന്തെന്നറിഞ്ഞില്ല. ഈ സാഫല്യം ജീവിതത്തിൻ്റെ മോക്ഷത്തിന് മറ്റൊരു മാർഗവും നിൻ്റെ മുമ്പിലില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതേതാണ്? ശിവമാർഗം. ആ ശിവമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അല്ലയോ മനസ്സേ നിനക്ക് വിശുദ്ധി കിട്ടുകയും അങ്ങനെ ആ വിശുദ്ധിയിലൂടെ മനം ശിവങ്കൽ ആത്മാവിൽ ലയിച്ചു ചേരുകയും ചെയ്യും. അതന്നെയാണ് നാം മോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലയോ മനസ്സേ, നീ ഇനിയെങ്കിലും നിൻ്റെ ഈ വിഷയസുഖങ്ങളിലുള്ള പാച്ചിൽ നിർത്തിയിട്ട് ഒരു നിമിഷമെങ്കിലും ഭഗവാനെക്കുറിച്ചിട്ട്, ശിവനെക്കുറിച്ച്, നിനക്ക് ജന്മം നൽകിയ ആ ശിവനെക്കുറിച്ചിട്ട് ഓർക്കൂ. അങ്ങനെ ശിവൻ്റെ പാദങ്ങളിൽ പുഷ്പാർച്ചന ചെയ്യൂ. ശിവനെ കെട്ടിപ്പിടിച്ച് കരയൂ. എല്ലുരുക്കുന്ന മട്ടിൽ ഭക്തി കൊണ്ട് നീ ശിവന് വേണ്ടി കേണ് വീണ് കരയോ എന്നാണ് ഇവിടെ മാണിക്യർ വാചകർ പറയുന്നത്. നോക്കൂ, താങ്ങുവാൻ തനിക്ക് അന്യമില്ല മനസ്സേ, നിന്നെ താങ്ങിയിടും ആത്മാവോട് കൂറില്ലാതിരിപ്പൂ നീ. അവനെ കൂടി ചേർന്ന് നീ വിളയാടുന്നില്ല, അവനെ കെട്ടിപ്പൂണ്ട് പാടിക്കളിക്കുന്നില്ല. അവനെ പിരിഞ്ഞുള്ള ഖേദം നിനക്കില്ലല്ലോ. നീ ബലം വച്ച് അവൻ്റെ തൃപ്പാദം വന്ദിപ്പിയില്ല, മാറോട് ചേർത്ത് വച്ച് താലോലിച്ചില്ല, നല്ല പൂമാല ചാർത്തിയില്ല നീയവൻ പൊൻപാദത്തിൽ. ആ പദങ്ങളെ തേടിയില്ല നീ, വീതി തോറും അപ്പദം കാണാൻ അശ്രുക്കൾ വാർത്തതുമില്ല. പ്രേതം കിടന്ന പോലെ നീയും കിടപ്പൂ. ജന്മസാഫല്യം നേടുവാൻ അന്യമാർഗമൊന്നുമില്ല. ജന്മസാഫല്യം നേടാൻ ശിവമാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ശിവമാർഗത്തിലൂടെ പോയി മനസ്സിനെ ഏകാഗ്രമാക്കി ശിവപൂജ ചെയ്ത് ശിവപ്രാർത്ഥനകളിൽ മുഴുകി ശിവനാമം ചൊല്ലിക്കൊണ്ട് ആ നാമസങ്കീർത്തനത്തിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ മനസ്സിൻ്റെ പിതാവായ ആത്മാവിൽ മനസ്സിനെ ലയിപ്പിക്കുക. അങ്ങനെ മനസ്സിനെ ലയിപ്പിച്ചാൽ അല്ലയോ സാധക, നിൻ്റെ ജീവിതം ശിവതുല്യമായി, ശിവൻ തന്നെയായി നീ മാറും. ശിവോഹം എന്ന അവസ്ഥയിലേക്ക് നീ മാറുമെന്നാണ് പറയുന്നത്.